പോർട്ട് ബ്ലെയർ വന്നിട്ട് 4th ഡേ ഇപ്പോൾ വന്നേക്കണത് നേവൽ മറിയൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, സമുദ്രിക. അപ്പോൾ നേവലിൻ്റെ ആണിത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം, എന്താണെന്നറിയില്ല. നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ. അതായത് ഫോറിനേഴ്സിന് 150, അഡൾട്ടിന് 50, ചൈൽഡിന് 25 ആണ് കേട്ടോ ഇതിൽ ടോട്ടൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആർമി ആയതുകൊണ്ട് തന്നെ നമുക്ക് 20 റുപ്പീസ് മാത്രമേ വേണ്ടൂ കേട്ടോ. നമുക്ക് റേറ്റ് കുറവാണ് ഇവിടെ കയറുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 9 AM to 5 PM ആണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. സ്റ്റാർട്ടിങ് തന്നെയുള്ള സംഭവമാണ് കേട്ടോ. ഇതെന്താണ്, ഇത് നമ്മുടെ നോർത്ത് ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇവിടെ. ഇത് റഷ്യൻ ബൈനോക്കുലർ എന്ന് പറഞ്ഞ 15x സൂമിങ് ഉണ്ട്. ശരിക്കും യുദ്ധത്തിൻ്റെ സമയത്തില്ലേ നമുക്ക് ടാർഗറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ബദ്രി കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? എന്താ കാണുന്നേ? ബീച്ച് കാണുന്നുണ്ട്. ബീച്ച് കാണുന്നുണ്ട്. അത്രയും ലോങ് സൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും കാണുന്നുണ്ട് കേട്ടോ. അത്രയും ദൂരത്തുള്ള ബീച്ച്. അപ്പൊ അത്രയും സൂമിങ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. അടിപൊളി സാധനം. മതി, അടുത്ത കാണുന്നില്ല. ഇതെന്താന്നറിയോ? ബ്ലൂ വെയിൽ കേട്ടോ. എന്താന്നറിയില്ല, അറിയില്ലേ? നീലത്തിമിംഗലത്തിന്റെ അസ്ഥികൾ കേട്ടോ. ആദ്യമായിട്ട് കണ്ട് ഇത്രയും വലിയ സാധനം. അടിപൊളി. ഇതിവിടുത്തെ ട്രൈബൽസിൻ്റെ കേട്ടോ. നമ്മളിവിടുത്തെ ആൻറ്റമാലെ ട്രൈബൽസ് ആണ് കേട്ടോ. ഇതിൽ അതും കൂടി ഇതിൽ ഇവർ ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിക്കോബാറി ഹട്ടല്ലേ ഇപ്പോൾ കണ്ടേ. നേരെ അടുത്ത് എൻട്രി ചെയ്തേക്കുന്നത് നന്ദ ഹാളാണ്. ഇതിനകത്ത് എന്താണെന്നുള്ളത് നോക്കാം. നേവൽ ബേസ് ഇനി പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്വന്തം എല്ലാ ഷിപ്പുകളും ഇതിനകത്തുണ്ട്. വിക്രമാദിത്യ INS. വിക്രമാദിത്യ കേട്ടോ. വിക്രമാദിത്യ INS. നെക്സ്റ്റ് വൺ INS ഡൽഹി. INS കൊൽക്കട്ട. INS ഷിദ്രാതി. അടിപൊളിയാണല്ലോ എല്ലാം. രാജ്പൂത്. വാവ്, ഇങ്ങനെയെങ്കിലും കാണാലോ. ദീപക്. നോക്കാം. കുലീഷ്, കുംബീർ, വിക്രാന്ത്. അറിയുന്നത് കാണുമ്പോൾ അടിപൊളി കേട്ടോ. കേട്ടോ കാണിച്ചുതരാം. കമോക, വെസ്റ്റ്ലാൻഡ് സീക്കിംഗ്, സ്യൂർക്കി. വാവ്, ഇതെല്ലാം ശരിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും പോർട്ട് ബ്ലെയർ വരുന്നവർ ഇവിടെ ഒന്ന് കയറണം കേട്ടോ. ഇത് നമ്മളെ ഇവിടുത്തെ ആൻറ്റമാനിൽ ഇവിടുത്തെ ട്രൈബൽസിൻ്റെ കേട്ടോ. അതുകൂടി ഇതിൽ ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഇവരൊക്കെ കാണാൻ ആ ഒരു ഏരിയയിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അലൗഡ് അല്ല കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കിത് കൂടി ഇങ്ങനെ കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പ് മെറിയൻ ഹെറിറ്റേജ് റൂമിലോട്ടാണ്. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇത് സെല്ലുകാർ ചെയ്യാനാട്ടോ. ഇനി നമ്മളെ നെക്സ്റ്റ് അങ്ങോട്ടേ കണ്ടിട്ട് പോകുന്നത്. അല്ല അതിൻ്റെ ഇവിടെ കിട്ടിയല്ലോ. എന്നാ കണ്ട് മോനെ കണ്ട്. ഡച്ച് കാനോൺ.
നെക്സ്റ്റ് മറൈൻ അക്വേറിയം. വാ, അക്വേറിയം പിന്നെ ലെവലാണ്, ലെവൽ. ക്യാറ്റ് ഫിഷ്. ഇപ്പം നമ്മൾ അതിനകത്ത് സ്കൂബയൊക്കെ ചെയ്ത് എല്ലാ ഫിഷിനെയും കാണുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ഫീലിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെ അതിന് ശേഷം കാര്യം അതിനുള്ളിൽ കൂടി സ്കൂബ ചെയ്യുമ്പോൾ ശരിക്കും സ്കൂബ ഒരു എക്സ്പീരിയൻസ് ആണ്. കാര്യം ഇതേപോലുള്ള ഫിഷിനൊക്കെ നമ്മളെ കൈക്കുള്ളിൽ കൂടി ഇങ്ങനെ ഓടി ഓടി പോയിരുന്നു കേട്ടോ. അത് ശരിക്കും വല്ലാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അത് വല്ലാത്തൊരു ഇഷ്ടം തോന്നും എന്നോട് കുറച്ചുകൂടി. സ്റ്റാർ ഫിഷ്, വാവ്. ചെമ്മീന് ബദ്രി ഉണ്ടല്ലോ ആൻഡമാൻ സ്നേക്സ്. കീൽ ബ്ലാക്ക് വാട്ടർ സ്നേക്കാ ഇവിടെ ഇങ്ങനത്തെ സ്നേക്ക് ഉണ്ടാവില്ലല്ലേ? SMC-യിലുണ്ട്. വെള്ളത്തിനടിയിൽ കിടന്ന് കിടക്കുന്ന സാധനങ്ങളെ. ബ്രെയിൻ കോറിലുണ്ടോ? ആ ശരിക്കും അതുപോലെ തന്നെയുണ്ട്, ബ്രെയിനിനെ പോലെ തന്നെ അല്ലേ? മഷ്റൂം കോറൽ, വാവ്, കണ്ടോ? മഷ്റൂം കോറൽ ഡിറ്റോ മഷ്റൂം തന്നെ. സ്കൂബ ഡൈവ് ഇല്ലാതെ ഞാൻ പറഞ്ഞത്, സ്കൂബ ഡൈവും കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോഴേ ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കാര്യം ഇതെല്ലാം അതിനകത്ത് അടുത്ത് ഇങ്ങനെ കണ്ടോണ്ടല്ലേ. ലാമിനാർ അതാ. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് നമ്മൾ വെള്ളത്തിനടിയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് സ്കൂബ ചെയ്തപ്പോഴേ. കാര്യം പേടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സ്കൂബ കണ്ടു. അപ്പോൾ സ്കൂബ ഒന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷെൽ, വാവ്, ഷെല്ലൊക്കെ ഒന്ന് കണ്ടുതരാം. ഷെൽ ഷെൽ ഷെൽ, വാവ്, സൂപ്പർ. ശരിക്കും ഇതൊക്കെ ആദ്യമായിട്ട് കേട്ടോ മ്യൂസിയത്തിൽ നിന്ന് കാണുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. നമ്മളത് ഷെല്ല് നമ്മളിപ്പോൾ കണ്ടില്ലേ, ബീച്ചിൽ കണ്ടില്ലായിരുന്നോ കടലിൽ പോയപ്പോൾ? അതല്ലേ ഇതെല്ലാം ടർബോ ഷെൽ. ഇത്രയും വെറൈറ്റി ഷെല്ലുകൾ ഉണ്ടെന്നുള്ളത് കാര്യം ഇങ്ങനെ ഈ ഒരു മ്യൂസിയത്തിൽ തന്നുകൊണ്ട് മനസ്സിലായി എല്ലാനും. എന്തോരം വെറൈറ്റിയാണ് നോക്കിയേ. ടർബോ ഷെൽ കണ്ടോ? പേപ്പർ ഷെൽ, ക്യൂൺ ഷെൽ. അതിൽ കണ്ടുപിടിച്ചതാണ്. നെക്സ്റ്റ് ആന്ത്രപ്പോളജിക്കൽ റൂം. ആന്ത്രപ്പോളജിക്കൽ റൂം ട്രൈബൽസിൻ്റെ बेटा चोट नहीं लगे, आप मेरे साथ में रह के बोलना। नहीं मेरे साथ में, दूर नहीं जाओ, दूर नहीं जाओ। आइए इधर आइए, यहाँ खड़ो, यहाँ खड़ो, फिर हम पीछे ऐसे ही खड़े रहिए। ശരിക്ക് കണ്ടില്ലേ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്.
അപ്പോൾ വരുന്നവർ കുറച്ചുകൂടി നേരത്തെ വരാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും കേട്ടോ.